So in today's class, we will discuss what is the advantages of Bohr atom model and similarly what are the drawbacks. Okay. So first, success of Bohr atom model. Bohr atom model. What are the failures of Rutherford atom model? It could not explain the line spectra and it fails to explain the stability of atom. Those were the drawbacks of Rutherford model. Due to those drawbacks, Bohr introduced a new model. So, Bohr atom model could explain the stability of atom. Could explain the stability of atom. റൂദർഫോർഡ് ആറ്റം മോഡലിൽ റൂദർഫോർഡ് പറഞ്ഞിരുന്നത് എല്ലാ ഓർബിറ്റും പോസിബിൾ ആണ്, ഏത് സർക്കുലർ ഓർബിറ്റും പോസിബിൾ ആണെന്നുള്ളതാണ്. അങ്ങനെ ഒരു സർക്കുലർ ഓർബിറ്റിൽ കറങ്ങുന്ന സമയത്ത് ക്ലാസിക്കൽ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി പ്രകാരം ഇലക്ട്രോൺസ് എനർജി റേഡിയേറ്റ് ചെയ്യും. സോ ഇലക്ട്രോണിന്റെ എനർജി കുറഞ്ഞു വരും. അപ്പോൾ അതിന്റെ റേഡിയസ് ഓഫ് ദി ഓർബിറ്റ് കുറഞ്ഞു വരും. ഫൈനലി ഇറ്റ് വിൽ fall into the nuclei. So Rutherford model fails to explain the stability of atom. Now Bohr introduced a new concept called stationary orbit. He told that electrons can revolve around the nucleus only in certain specific orbit, for which angular momentum is an integral multiple of h by 2 pi. For such orbits, the energy will be a constant. Electron will not radiate energy when it moves in such orbits. Okay. So he could explain the stability of atom in that particular aspect. ഒരു സ്റ്റേഷനറി ഓർബിറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ക്വാണ്ടം തിയറി അപ്ലൈ ചെയ്തതോട് കൂടിയിട്ട് സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. അതാണ് ഒന്നാമത്തെ സക്സസ് എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? രണ്ട്, it could explain the line spectra of hydrogen atom. Line spectra of hydrogen or hydrogen-like atoms. So what is mean by hydrogen-like atoms? ഹൈഡ്രജന്റെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഹൈഡ്രജന്റെ സ്പെക്ട്രം, അതിൽ ലൈമാൻ സീരീസ്, ബ്രാമർ സീരീസ്, ഇങ്ങനെയുള്ള സീരീസ് ഉണ്ടെന്നും അവരുടെ ബോർ ആറ്റം മോഡൽ വെച്ച് പ്രഡിക്റ്റ് ചെയ്ത വേവ് ലെങ്ത് ഒക്കെ എക്സാക്ട്ലി ഒബ്സർവ് ചെയ്ത വേവ് ലെങ്ത്തുമായിട്ട് സിമിലർ ആയിരുന്നു. സോ ഹൈഡ്രജൻ സ്പെക്ട്ര നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നു. ബാമർ സീരീസ് നിങ്ങൾ വിസിബിൾ റീജിയനിലാണെന്ന് കണ്ടു. ആ വിസിബിൾ റീജിയനിലുള്ള എല്ലാ ലൈൻസും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ആ കണ്ടിരുന്ന അതേ പൊസിഷനിൽ തന്നെ ഉള്ള ലൈൻസ് ആണ് ബോർ ആറ്റം മോഡലിന്റെ തിയററ്റിക്കൽ മോഡലിലും വന്നത്. അപ്പോൾ ഹൈഡ്രജന്റെ സ്പെക്ട്രം എക്സാക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ബോർ ആറ്റം മോഡലിന് പറ്റി. ഓക്കെ. ഹൈഡ്രജൻ ലൈക്ക് ആറ്റം എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് മീൻ ബൈ ഹൈഡ്രജൻ ലൈക്ക് ആറ്റം? ഹൈഡ്രജൻ ലൈക്ക് ആറ്റം മീൻസ് ആറ്റം ഹാവിംഗ് ഓൺലി വൺ ഇലക്ട്രോൺ. ഹൈഡ്രജൻ ലൈക്ക് atom means atom having or atoms having only one electron. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, അത് ഒരു ഇലക്ട്രോൺ ഉള്ളതെന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ മാത്രമല്ലേ, ഹീലിയം ആകുമ്പോൾ 2 ഇലക്ട്രോൺ വരില്ലേ എന്ന് ചോദിക്കാം. ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ H11 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് അതിൽ ഒരു പ്രോട്ടോണ് ന്യൂക്ലിയസിൽ ചുറ്റും ഒരു ഇലക്ട്രോൺ കറങ്ങുന്നു. ഇതാണ് H11 ഹൈഡ്രജൻ. ഹീലിയം He24 എന്ന് നമ്മൾ ന്യൂക്ലിയസിന് എഴുതുന്നു. പക്ഷേ ഹീലിയത്തിൽ 2 പ്രോട്ടോണും 2 ഇലക്ട്രോണും. He24 എന്ന് എഴുതുകയാണെങ്കിൽ അവിടെ 2 ന്യൂട്രോണും കൂടെ ഉണ്ടെന്നാണ് അർത്ഥം. നമ്മൾ ന്യൂട്രോണിന്റെ നമ്പർ പറയുന്നില്ല, നമ്മൾ പ്രോട്ടോണിന്റെ നമ്പർ മാത്രമാണ് പറയുന്നത്. പ്രോട്ടോണിന്റെ എണ്ണത്തിന്റെ അത്രയും തന്നെ ഇലക്ട്രോണും ഉണ്ടാവും. അപ്പൊ He2 എന്ന് പറയുന്ന സമയത്ത് there are 2 ഇലക്ട്രോൺസ്. ബട്ട് ഇഫ് യു അയണൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോൺ എടുത്ത് കളയുക. If you ionize helium, that becomes He+. ഒരു പ്ലസ് ഇട്ടാൽ അതിൻ്റെ അർത്ഥം ഒരു ഇലക്ട്രോണിനെ കളഞ്ഞു എന്നാണ്. അപ്പോൾ 2 ഇലക്ട്രോൺ ഉള്ള ഹീലിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്താൽ യു വിൽ ഗെറ്റ് He+. സോ ഇറ്റ് വിൽ ബി സിമിലർ ടു എ ഹൈഡ്രജൻ. ഒരു ഇലക്ട്രോൺ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. സിമിലർലി യു ക്യാൻ തിങ്ക് ഓഫ് ലിത്തിയം.
ലിഥിയത്തിന് 3 ആണ് ശരിക്കും അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിന്റെ എണ്ണം 3 ആണ്. സോ 3 ഇലക്ട്രോണും അതിന്റെ ചുറ്റും ഉണ്ടാവും. അതിൽ 2 ഇലക്ട്രോണിന് എനർജി കൊടുത്തിട്ട് റിമൂവ് ചെയ്യാം. അപ്പോൾ 2+ എന്ന് എഴുതാണ്. He2+. സോറി, ലിഥിയം 2+. ലിഥിയം 2+ എന്ന് പറഞ്ഞാൽ ലിഥിയത്തിൽ ഉണ്ടായിരുന്ന 3 ഇലക്ട്രോണിൽ 2 പേരെ നമ്മൾ ഒരു എക്സ്റ്റേണൽ എനർജി കൊടുത്തിട്ട് അതൊന്ന് തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞു. ഇനി അവിടെ ഒരു ഇലക്ട്രോൺ മാത്രമേ കറങ്ങുന്നുള്ളൂ. സോ ഇറ്റ് ഈസ് ഹൈഡ്രജൻ ലൈക്ക്, ഒരു ഇലക്ട്രോൺ. സിമിലർലി ഐ ക്യാൻ തിങ്ക് ഓഫ് ബെറിലിയം. ബെറിലിയത്തിന് 4 പ്രോട്ടോൺ ആണ്, 4 ഇലക്ട്രോൺ ആണ്. ആ 3 ഇലക്ട്രോണിനെ തെറിപ്പിച്ച് കളഞ്ഞാൽ മതി, 3+. ഓർ ബോറോൺ. ബോറോണിന് 5 പ്രോട്ടോണും 5 ഇലക്ട്രോണും ആണ്. അതിൽ 4 പേരെ തെറിപ്പിച്ച് കളയുക, 4+. 4 പ്രാവശ്യം അയണൈസ് ചെയ്യുക, 4+. എക്സെട്ര. യു ക്യാൻ തിങ്ക് ഓഫ് സേ സോഡിയം. സോഡിയത്തിന് 11 പ്രോട്ടോണും 11 ഇലക്ട്രോണും ആണ്. 11 ഇലക്ട്രോണിൽ 10 ഇലക്ട്രോണിനെ കളഞ്ഞാൽ 10+. ഇറ്റ് ഈസ് ഹൈഡ്രജൻ ലൈക്ക്. സോ മനസ്സിലായി എന്താണ് ഹൈഡ്രജൻ ലൈക്ക് ആറ്റം എന്ന് പറഞ്ഞാൽ? അപ്പോൾ ഇവിടെ ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോൺ ആണ്, ഒരു ഇലക്ട്രോൺ ഇതിന് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നു. ഹീലിയം ആവുന്ന സമയത്ത് ന്യൂക്ലിയസിൽ 2 പ്രോട്ടോണായി, 2 ന്യൂട്രോണും ഉണ്ട്, അതിന് ചുറ്റും ഒരു ഇലക്ട്രോൺ കറങ്ങുന്നു. അപ്പൊ എല്ലായിടത്തും കറങ്ങുന്ന ഒരാളേ ഉള്ളൂ, ഒരു ഇലക്ട്രോണേ ഉള്ളൂ. 2 എണ്ണം ഉണ്ടായിരുന്നതിൽ ഒരെണ്ണത്തിനെ നമ്മൾ റിമൂവ് ചെയ്തു. ഓക്കെ. ഈ ലിഥിയം ആകുമ്പോൾ ന്യൂക്ലിയസ് കുറച്ചും കൂടെ സൈസ് ആവും, പക്ഷെ കറങ്ങുന്ന ഒരു ഇലക്ട്രോൺ തന്നെയാണ്. 3 പേരുണ്ടായിരുന്നു എങ്കിലും നമ്മൾ 2 പേരെ റിമൂവ് ചെയ്തു, അയണൈസ് ചെയ്തു. ഇങ്ങനെ പോകുന്നു. സോ ഓൾ ദീസ് ആർ സിമിലർ ടു ഹൈഡ്രജൻ. നമ്മൾ ബോർ ആറ്റം മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള കൂളം ഫോഴ്സ് ആണ് കൺസിഡർ ചെയ്തത്. അതായത് നമ്മൾ കൺസിഡർ ചെയ്ത ഫോഴ്സ് എന്ന് പറയുന്നത് 1/4πε0 ZE. Z നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉള്ള ന്യൂക്ലിയസിന്റെ ചാർജ് ആണ് ZE ഇൻറ്റു E/r² എന്ന് എഴുതിയത്. അപ്പോൾ 2 ഇലക്ട്രോൺ 3 ഇലക്ട്രോൺ ഒക്കെ ചുറ്റും കറങ്ങുന്ന ആറ്റത്തിന് ഈ ഒരു മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു മോഡലിൽ നമ്മൾ ഒറ്റ ഇലക്ട്രോൺ മാത്രമേ ചുറ്റുമുള്ളൂ എന്ന അസംപ്ഷൻ ഓൾറെഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് ആറ്റം, ഇവർക്ക് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇവരുടെയൊക്കെ ലൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ബോർ ആറ്റം മോഡലിന് പറ്റി. ഹൈഡ്രജന്റെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി, ഹീലിയം പ്ലസിന്റെ ലൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി, ലിഥിയം 2+ന്റെ ലൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. ഓക്കെ. സോ സക്സസ് എന്ന് പറയുന്നത് അതിന് ലൈൻ സ്പെക്ട്രം ഇവരുടെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് സക്സസ്. നൗ failures or drawbacks of ബോർ ആറ്റം മോഡൽ. എന്തൊക്കെയായിരുന്നു ബോർ ആറ്റം മോഡലിന്റെ ഫെയിലിയേഴ്സ്? ഏതൊക്കെ ആസ്പെക്റ്റിലാണ് അത് ഫെയിൽ ആയത്? കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ. ഒന്നാമത്തേത് it could not explain intensity of spectral line. എന്താണ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ലൈമാൻ സീരീസിൽ കുറേ ലൈൻസ് ഉണ്ട്, ബാമർ സീരീസിൽ കുറേ ലൈൻസ് ഉണ്ട്, H-alpha H-beta എന്നൊക്കെ. ഓക്കെ. ഇവർക്കൊക്കെ എല്ലാവർക്കും ഒരേ ഇന്റൻസിറ്റി ആയിരിക്കില്ല. ചിലർ നല്ല ബ്രൈറ്റ് ആയിരിക്കും. ഇപ്പോൾ ഹൈഡ്രജൻ സ്പെക്ട്രം നോക്കുമ്പോൾ ചിലപ്പോൾ യെല്ലോ ലൈൻസ് നല്ല ബ്രൈറ്റ് ആയിരിക്കും, ഗ്രീൻ ചിലപ്പോൾ ഒത്തിരി ഫെയ്ഡ് ആയിരിക്കും, ബ്ലൂ നല്ല ബ്രൈറ്റ് ആയിരിക്കാം. അപ്പോൾ ചില ലൈൻസ് നല്ല ബ്രൈറ്റ് ആയിട്ടും ചില ലൈൻസ് ഒക്കെ ഫെയ്ഡ് ആയിട്ടും ആയിരിക്കും കാണുക. അപ്പോൾ എങ്ങനെയാണ് ചില ലൈൻസിന് ഇന്റൻസിറ്റി കൂടുന്നത്, ചില ലൈൻസിന് ഇന്റൻസിറ്റി കുറയുന്നത്? ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ബോർ ആറ്റം മോഡലിൽ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ഇപ്പോൾ ബോർ ആറ്റം മോഡല് ഇന്റൻസിറ്റിനെ പറ്റിയിട്ട് യാതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, ഇറ്റ് ക്ലിയർ? രണ്ട്, ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ the spectra of multi-electron atoms. മുമ്പേ നമ്മൾ സക്സസ് ആയിട്ട് പറഞ്ഞത് സിംഗിൾ ഇലക്ട്രോൺ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ തന്നെ ഫെയിലിയറും വന്നു, സിംഗിൾ ഇലക്ട്രോണിന്റെ മാത്രമേ പറ്റുന്നുള്ളൂ. മൾട്ടി ഇലക്ട്രോൺ ആറ്റംസിന്റെ സ്പെക്ട്ര എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല ബോർ ആറ്റം മോഡലിന്. ആകെ ഏത് മാത്രമേ പറ്റുന്നുള്ളൂ? സിംഗിൾ ഇലക്ട്രോൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ലൈക്ക് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ, ഹീലിയം പ്ലസ്, ലിഥിയം 2+, ബെറിലിയം 3+, ഇങ്ങനെയുള്ള ആറ്റത്തിന്റെ ഒക്കെ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അതിന് പറ്റുന്നുണ്ടെങ്കിലും മൾട്ടി ഇലക്ട്രോൺ ആറ്റംസ് വരുന്ന കേസിൽ അത് ഫെയിലിയർ ആയിരുന്നു. ഓക്കെ, ആണ്
രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് കുഡ് നോട്ട് explain fine structure of spectral line. Fine structure of spectral line. എന്താണ് ഫൈൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക. ഇപ്പോൾ ഹൈഡ്രജന്റെ ബാമർ സീരീസിലെ ഫസ്റ്റ് ലൈൻ എച്ച് ആൽഫ ലൈൻ ഓഫ് ബാമർ സീരീസ് ഈസ് actually two lines separated by 0.08 ആങ്സ്ട്രോം. വളരെ ചെറിയ സെപ്പറേഷനേ ഉള്ളൂ എങ്കിൽ പോലും അത് ആക്ച്വലി രണ്ട് ലൈനാണ്. എച്ച് ആൽഫ എന്ന് പറയുന്നത് ഒരു ലൈൻ അല്ല. എച്ച് ആൽഫനെ സൂം ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ കൂടുതൽ റെസൊല്യൂഷൻ ഉള്ള ഒരു സ്പെക്ട്രോമീറ്ററിൽ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് ടു ലൈൻസ് സെപ്പറേറ്റഡ് ബൈ എ വെരി സ്മോൾ ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് സാധാരണ സ്പെക്ട്രോമീറ്ററിലൊന്നും നോക്കിയാൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ രണ്ട് വര വരയ്ക്കുകയാണ്, രണ്ട് ലൈൻസ് വരയ്ക്കുകയാണ്, വളരെ ക്ലോസ് ആയിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ കുറേ ദൂരെ പോയി നോക്കിക്കഴിയുമ്പോൾ ഇത് രണ്ടുകൂടെ ഒറ്റ ലൈനാണെന്നേ ഫീൽ ചെയ്യുള്ളൂ. കുറേ ദൂരം നോക്കുക, ബോർഡിൽ രണ്ട് ലൈൻ വരച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക, വളരെ അടുത്തടുത്ത്, അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ട്. പക്ഷേ ആ ഗ്യാപ്പ് നിങ്ങൾ ഒരു 100 മീറ്റർ അപ്പുറത്ത് പോയി നോക്കുമ്പോൾ ആ ഗ്യാപ്പ് മനസ്സിലാവില്ല, ഒറ്റ ലൈനാന്ന് തോന്നും. നിങ്ങൾ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റെസൊല്യൂഷൻ കൂടിക്കൂടി വരിക. അടുത്ത് വന്നു കഴിയുമ്പോൾ മനസ്സിലാവുക ഇത് ഒരു ലൈൻ അല്ല, ഇത് രണ്ട് ലൈനാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതിനെയാണ് ഫൈൻ സ്ട്രക്ചർ എന്ന് വിളിക്കുക, ഫൈൻ സ്ട്രക്ചർ. സോ ഈ ഹൈഡ്രജൻ സ്പെക്ട്രയിലത്തെ തന്നെ പല ലൈൻസിനും ഫൈൻ സ്ട്രക്ചർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ലൈൻ അല്ല, അതൊക്കെ മൾട്ടിപ്പിൾ ലൈൻസ് ആണ്. ഒരു എക്സാമ്പിൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. എച്ച് ആൽഫ ലൈൻ എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്, എച്ച് ബീറ്റ ഇതുപോലെ രണ്ടെണ്ണമാണ്, സെപ്പറേഷൻ വേറെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഫൈൻ സ്ട്രക്ചർ പിന്നീട് നല്ല റെസൊല്യൂഷനുള്ള സ്പെക്ട്രോമീറ്റർ ഒക്കെ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയത് ആൾക്കാർ. ഇത് ഒബ്സർവ് ചെയ്തപ്പോഴാണ് പറഞ്ഞത് ബോർ ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല, അല്ലെ ബോർ ആറ്റം മോഡലിൽ ഈ ഫൈൻ സ്ട്രക്ചർ എങ്ങനെ വരുന്നു എന്നുള്ളത് പറയുന്നില്ല. അപ്പൊ അതൊരു ഫെയിലിയർ ആയി. ഇസ് ഇറ്റ് ക്ലിയർ? 4, it does not explain or it could not explain the splitting of spectral lines in a magnetic field or electric field. മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിലോ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിലോ ഉള്ള സ്പ്ലിറ്റിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ബോർ ആറ്റം മോഡലിന് കഴിഞ്ഞില്ല. ഇപ്പോൾ സീമാൻ എഫക്റ്റ് എന്നാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിലുള്ള സ്പ്ലിറ്റിങ്ങിനെ വിളിക്കുക. ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിലുള്ള സ്പ്ലിറ്റിങ്ങിനെ സ്റ്റാർക്ക് എഫക്റ്റ് എന്നാണ് വിളിക്കുക. ഫീൽഡുകൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ലൈൻ ഒന്നിൽ കൂടുതൽ ലൈനായിട്ട് തിരിയും. ഈ സ്പ്ലിറ്റിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ബോർ ആറ്റം മോഡലിന് പറ്റിയില്ല. ദീസ് ആർ ദ ഫെയിലിയേഴ്സ് ഓഫ് ബോർ ആറ്റം മോഡൽ. ഈ ഫെയിലിയേഴ്സ് പരിഹരിക്കാനായിട്ടാണ് അടുത്ത മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് ബോർ സോമർഫീൽഡ് ആറ്റം മോഡൽ. സോമർഫീൽഡ് ആണ് കുറച്ച് കറക്ഷൻ വരുത്തിയത്. ബോറിന്റെ മോഡലിൽ കറക്റ്റ് ചെയ്തുകൊണ്ട് അതിനെ ബോർ സോമർഫീൽഡ് ആറ്റം മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ.